ഗവൺമെന്റ് സ്കീമിൽ നിന്നും 99 ലക്ഷം രൂപ അടിച്ചു മാറ്റിയിരിക്കുകയാണ് ഒരു BJP മന്ത്രി. നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതിനു മുൻപായി രാം മന്ദിറിലെ സ്കാമിനെ കുറിച്ച് നമുക്കൊക്കെ അറിയാവുന്നതാണ്. പലതരം വിചിത്രമായിട്ടുള്ള ന്യായീകരണങ്ങൾ നമ്മൾ കേട്ടതുമാണ്. ഇപ്പോൾ അത് ഒരു വല്ലാത്ത ജാതി ന്യായീകരണവുമായി ഒരു മനുഷ്യൻ രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആ ന്യായീകരണം ആദ്യം ഒന്ന് കേൾക്കാം. हिंदू का पैसा अगर किसी हिंदू ने ले भी लिया, भाई तुम लोगों को क्यों मिर्ची लग रही है? तुम लोगों ने जितनों ने भी ये आवाज उठाई है, मैं उनसे ये पूछना चाहता हूं कि उन्होंने राम मंदिर में जाकर के कितना चंदा दिया, कितने आभूषण चढ़ाए राम जी को? कोई है जवाब किसी के पास? लेकिन सबको केवल एक बात बोलनी है, राम मंदिर में चंदा चोरी हो गया है, अबे तुम्हें क्या फर्क पड़ रहा है? हिंदू का दिया हुआ पैसा हिंदू के पास गया। ये जो हिंदू का दिया हुआ पैसा जिससे मस्जिद बन रही है, मदरसे बन रहे हैं, चर्च बन रही है, उन पे किसी ने आवाज नहीं उठाई. കേട്ടില്ലേ? ഒരു വിചിത്രമായ വാദം തന്നെയാണ്. ഇയാൾ പറഞ്ഞുള്ളത് നമ്മുടെ പണം ഹിന്ദുവിന്റെ പണം, ഏതെങ്കിലും ഹിന്ദുക്കൾ അത് എടുത്താൽ സഹോദര നിങ്ങൾക്ക് എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് എന്നാണ് ഇയാൾ ചോദിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇതിനെക്കുറിച്ച് ശബ്ദമുണ്ടാക്കുന്നവരോടൊക്കെ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ എന്നാണ് പറഞ്ഞുള്ളത്. ചോദ്യം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ രാമക്ഷേത്രത്തിൽ പോയി നിങ്ങൾ എത്ര കൊടുത്തിട്ടുണ്ട്, എത്ര സംഭാവന കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ രാംജിക്ക് നിങ്ങൾ ആഭരണങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആർക്കെങ്കിലും ഇതിന് ഉത്തരം പറയാൻ സാധിക്കുമോ എന്നാണ് അയാൾ ചോദിച്ചിട്ടുള്ളത്. അതിനുശേഷം പക്ഷെ എല്ലാവരും ഒരു കാര്യം മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, രാമക്ഷേത്രത്തിൽ മോഷണം നടന്നിട്ടുണ്ട് എന്നൊരു കാര്യം. അതിന് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നാണ് അയാൾ പിന്നീട് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ ഒരു ഹിന്ദുവിന്റെ പണം മറ്റൊരു ഹിന്ദുവിലേക്ക് എത്തുന്നു, അതിന് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം, ഇങ്ങനെയാണ് ഇയാൾ ചോദിച്ചു നിർത്തുന്നത്. അവസാനം ഇയാൾ പറഞ്ഞിട്ടുള്ളത്, ഹിന്ദുക്കൾ നൽകുന്ന പണത്തിൽ നിന്നും പള്ളികളും മദ്രസകളും അതുപോലെ ചർച്ച്, ക്രിസ്ത്യൻസിന്റെ ചർച്ചും ഇതൊക്കെ നിർമ്മിക്കുന്നതിൽ ആരും ശബ്ദം ഉണ്ടാക്കുന്നില്ലല്ലോ, ആരും ചോദ്യം ചെയ്യുന്നില്ലല്ലോ എന്നുള്ള കാര്യമാണ് ഇയാൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നത്. ഇയാളും ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നവരും കരുതിയിരിക്കുന്നത് ഇപ്രകാരമാണോ? ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും മാത്രമാണെന്ന്, അതോ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന എല്ലാവരും മുസ്ലിംസും ക്രിസ്ത്യൻസും ആണെന്നാണോ? ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് മുസ്ലിംസും ഉണ്ട്, ക്രിസ്ത്യൻസും ഉണ്ട്. അത് മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ വിശ്വാസികളാണ്, യഥാർത്ഥ ഹിന്ദു വിശ്വാസികൾ. ഇയാൾ പറഞ്ഞു ഒരു ഹിന്ദുവിന്റെ മുതൽ മറ്റൊരു ഹിന്ദുവിന്റെ അടുത്ത് പോയി, അതിന് ആർക്കാണ് പ്രശ്നം എന്നാണ്. പക്ഷെ യഥാർത്ഥ ഒരു ഹിന്ദു വിശ്വാസി രാമക്ഷേത്രത്തിൽ പോയി അവിടെ ഈ സംഭാവന നൽകുന്നത് വെറുതെ അല്ല, ഏതെങ്കിലും ഒരു ഹിന്ദുവിനെത്താൻ വേണ്ടിയിട്ടല്ല, അവർ ആ വിശ്വാസം കൊണ്ട് കൊടുക്കുന്നതാണ് സംഭാവനകൾ. അല്ലാതെ ഏതെങ്കിലും ഒരു ഹിന്ദുവിനെത്താനാണെങ്കിൽ ഇവിടെ ആർക്കെങ്കിലും കൊടുത്താൽ പോരെ. എന്തൊക്കെ ന്യായീകരണങ്ങളാണ് ഓരോ ആൾക്കാർ ഓരോ ദിവസം ഇപ്പോൾ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വല്ലാത്ത ജാതി ന്യായീകരണങ്ങളാണ്. അതുപോലെ ഇയാൾ അവസാനം പറഞ്ഞിട്ടുള്ളത്, ഹിന്ദുക്കളുടെ പണം വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പള്ളികളും മദ്രസകളും ചേർച്ചസും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. എവിടെയാണ് പള്ളികൾ ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ചേർച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്, മദ്രസകൾ? ഇയാൾ പറയുന്ന മദ്രസ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലെ മദ്രസയാണ്. ആ മദ്രസ എന്ന് പറയുന്നത് മാറ്റമാണ്. സൗത്ത് ഇന്ത്യയിലെ മദ്രസ വേറെതാണ്. അതായത് നമ്മൾ കേരളത്തിൽ കാണുന്ന മദ്രസ എന്ന് പറയുന്നത് വെറും റിലീജിയസ് സ്റ്റഡീസ് മാത്രമാണ് കേരളത്തിലെ മദ്രസ എന്ന് പറയുന്നത്. പക്ഷെ നോർത്തിലൊക്കെയുള്ള മദ്രസ എന്ന് പറയുന്നത് അവിടെ മദ്രസ, അതായത് റിലീജിയസ് സ്റ്റഡീസും ഉണ്ട്, അതിന്റെ ഒപ്പം തന്നെ എന്തുണ്ട്, സ്കൂളും ഉണ്ട്. അതായത് പണ്ട് കാലത്ത്, അതായത് നമ്മൾ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞ സമയത്ത് സ്കൂളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മദ്രസകൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്കൂളുകളാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് മദ്രസ പ്ലസ്, അതായത് ഇവിടെ പറയുന്ന മുസ്ലിങ്ങളുടെ റിലീജിയസ് സ്റ്റഡീസ് പ്ലസ് സ്കൂൾ കരിക്കുലം, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് മദ്രസകളിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മദ്രസകൾക്ക് ഫണ്ടിങ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെയും കേരളത്തിലും കുറെ എണ്ണമുണ്ട്. മദ്രസ എന്ന് പറയുമ്പോൾ അങ്ങ് പ്രഷർ കയറുന്ന കുറെ ആളുകൾ, അവരും മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, രണ്ട് മദ്രസയും മാറ്റമാണ്. നോർത്ത് ഇന്ത്യയിലെ മദ്രസ വേറെതാണ്, കേരളത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മദ്രസ എന്ന് പറയുന്നത് അത് വേറെതാണ്. അത് റിലീജിയസ് സ്റ്റഡീസ് മാത്രമാണ്. പക്ഷെ നോർത്തിൽ അങ്ങനെയല്ല, അവിടെ സ്കൂൾ കരിക്കുലം കൂടി അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒരു വീഡിയോ കാണാം, തെലങ്കാനയിൽ നിന്നുള്ളതാണ്. ഇപ്പോൾ കണ്ടിട്ടുള്ളത് ഒരു പ്രതിഷേധമാണ്. പക്ഷെ ഇത് കണ്ടിട്ട് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അതായത് ഈ പ്രതിഷേധം
നമ്മുടെ രാജ്യത്തെ എഡ്യൂക്കേഷണൽ സിസ്റ്റം തകരാറിലായതിനെതിരെയുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആണ്, അല്ലെങ്കിൽ രാം മന്ദിറിൽ നടന്നിട്ടുള്ള അതിനെതിരായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആണ്, അല്ലെങ്കിൽ രാജ്യത്തുള്ള മറ്റു പ്രശ്നങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആണെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു വീഡിയോ വെച്ചുതരാം. അതായത് തെലങ്കാനയിൽ ഒരു 2 ദിവസം മുൻപ് ഒരു ഉറുദു ടീച്ചറിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉറുദു പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു ഒരു BJP കാരൻ. അയാളെ തെലങ്കാന പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. നമുക്ക് ആ വിഷ്വൽസ് ആദ്യം കാണാം, അതിനുശേഷം ഇത് ഡിസ്കസ് ചെയ്യാൻ ബാക്കി. కరెక్ట్ కాదు ఇది, ఈ దౌర్జన్యం కరెక్ట్ కాదు ఇది, దౌర్జన్యం కరెక్ట్ కాదు ఇది. ഇയാൾ അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നത് കണ്ടില്ലേ? ഇനി ഇയാൾ ആരാണ്, സംഭവം എന്താണെന്ന് നമുക്ക് നോക്കാം. സംഭവം എന്ന് പറയുന്നത് ഇത് മഞ്ജുല ബാലു എന്ന് പറയുന്ന ഒരു BJP ടൗൺ പ്രസിഡന്റ് ആണ്. തെലങ്കാന പോലീസ് അറസ്റ്റ് ചെയ്യുന്ന വിഷ്വൽസ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുള്ളത്. ഇതെന്ന് വെച്ചാൽ ഇയാളെ ഒരു MLA-യുടെ, അതായത് BJP MLA-യുടെ ഗസ്റ്റ് ഹൗസിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മുസ്ലിം ഉറുദു ടീച്ചറിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉറുദു പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സ്കൂളിൽ കയറി എന്ത് ചെയ്തിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒഫീഷ്യലി എന്ത് ചെയ്തിട്ടുണ്ട്, തെലങ്കാന, അതായത് സെക്കൻഡ് ലാംഗ്വേജ് സ്റ്റേറ്റിന്റെ, തെലങ്കാന സ്റ്റേറ്റിന്റെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്ത ഒരു ലാംഗ്വേജ് ആണ് ഉറുദു എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഈ സംഭവം എന്ന് പറയുന്നത് ഇയാളെ അറസ്റ്റ് ചെയ്തു, അതിന് പ്രതിഷേധമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. അതായത് അതിന് പ്രതിഷേധവും അതുപോലെ അവിടെ എന്തിനു ഉറുദു പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചോദ്യം ചെയ്തിട്ടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ ആദ്യം കണ്ട ആ പ്രതിഷേധം. അല്ലാതെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇത് സംഭവം എന്ന് പറയുന്നത് ഇയാൾ അറസ്റ്റ് ചെയ്തു. അതായത് ഇന്ന് രാവിലെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ പ്രൊട്ടസ്റ്റ് നടന്നു. ഈ പ്രൊട്ടസ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ, അതായത് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെതിരെയോ അല്ലെങ്കിൽ രാം മന്ദിറിൽ നടന്നിട്ടുള്ള കാര്യത്തിനൊന്നല്ല ഇവർ പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുള്ളത്. ഇവർ പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുള്ളത് എന്തിനാണ് ഇവിടെ തെലങ്കാനയിൽ ഉറുദു പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചിട്ടാണ് ഇവർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. നല്ല കാരണമല്ല അല്ലെ? ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഉറുദു എന്ന് പറയുന്നത് സെക്കൻഡ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് തെലങ്കാനയിൽ, ആസ് പെർ ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്ട് പ്രകാരം. ഓക്കെ, അത് മാത്രമല്ല ഉറുദു എന്ന് പറയുന്നത് സെക്കൻഡ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ. അഡീഷണലി ജമ്മു കാശ്മീരിലെ ഒഫീഷ്യൽ ലാംഗ്വേജും ആണ് എന്ത്, ഉറുദു എന്ന് പറയുന്നത്. ഓക്കെ, ജമ്മു കാശ്മീർ. ഓക്കെ, അതുപോലെ ഈ ഉറുദു എന്ന് പറയുന്നത്, ഉറുദുവിൽ ഒരുപാട് പോയട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന തെലങ്കാനയിൽ തന്നെ പല പ്രൈവറ്റ് സ്കൂളുകളിലും എന്ത് ചെയ്യുന്നുണ്ട്, സ്പാനിഷ്, ഫ്രഞ്ച്, അതുപോലെ ജർമ്മൻ ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിനൊന്നും പ്രശ്നമില്ല. ഇവിടെ ആകെ പ്രശ്നം എന്ന് പറയുന്നത് ഉറുദു ആണ്. അത് എന്തിനാണ് പ്രശ്നമെന്ന് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പ്രശ്നത്തിന്റെ പേരിൽ, അതായത് അവിടെ ഉറുദു എന്തിനാണ് പഠിപ്പിക്കുന്നത്, അവിടെ കുറച്ച് സ്കൂളുകളിൽ മാത്രമാണ്, തെലങ്കാനയിലെ കുറച്ച് സ്കൂളുകളിൽ മാത്രമാണ് ഈ ഉറുദു പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിനെ ചൊല്ലിയാണ് പ്രശ്നം വരികയും അയാൾ, ഈ ബാലു എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു, സ്കൂളിൽ കയറി അധ്യാപകനെ അടിച്ചു. ആളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം നടന്നിട്ടുള്ള പ്രൊട്ടസ്റ്റ് ആണ് നിങ്ങൾ ഇവിടെ കണ്ടിട്ടുള്ളത്. ഇനി ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള 99 ലക്ഷം അടിച്ചു മാറ്റിയിട്ടുള്ള BJP മന്ത്രി നമുക്ക് നോക്കാം. അതായത് യൂണിയൻ മിനിസ്റ്റർ ഭഗീരഥ് ചൗധരി ആണ് 99.6 ലക്ഷം സബ്സിഡി ഇനത്തിൽ അടിച്ചു മാറ്റിയിട്ടുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്, ഈ ചൗധരി മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് ഇൻ ദി യൂണിയൻ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ആണ്. അപ്പോൾ ഹിസ് ഓൺ മിനിസ്ട്രി എന്നാണ്, അദ്ദേഹത്തിന്റെ തന്നെ മിനിസ്ട്രി എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ഒരു സ്കീം അത് വെച്ചിട്ട് സബ്സിഡി ഇനത്തിൽ 99,60,000 രൂപ എന്ത് ചെയ്തു, അങ്ങ് എടുത്തു. ഇതിന്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ഫാമിന് തന്നെയാണ് ഈ ഒരു സബ്സിഡി നൽകിയിട്ടുള്ളത്. ഓക്കെ, അതായത് ഇതിന്റെ ഒരു ബോർഡ് ഉണ്ട്, അപ്രൂവ് ചെയ്യുന്ന ബോർഡ്. ഈ ബോർഡിന്റെ എക്സ് ഓഫീഷ്യോ വൈസ് പ്രസിഡന്റ് ആണ് ഈ പറയുന്ന ചൗധരി. അതായത് എന്റെ ഫാമിന്, ചൗധരി എന്ന് പറയുന്ന ആൾക്ക് ഫാമിന് എന്ത് ചെയ്തു, ഒരു പൈസന്റെ ആവശ്യം വന്നു. എന്റെ മിനിസ്ട്രി അവിടെ കിടക്കുന്നുണ്ട്, ഒരു സ്കീമുണ്ട്, സബ്സിഡി ഉണ്ട്, പിന്നെ ഉള്ളത് ബോർഡാണ്. ആ ബോർഡിന്റെ എക്സ് ഓഫീഷ്യോ വൈസ് പ്രസിഡന്റ് ഞാൻ തന്നെയാണ്. അങ്ങനെ ഞാൻ അപ്രൂവ് ചെയ്തെടുത്തു, ആ പൈസ എനിക്ക് കിട്ടി. ഇതിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ്, ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, അതായത് അയാൾക്ക് ഫാം ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് അവരുടെ ഫാം ഉപയോഗത്തിന് സബ്സിഡി എടുത്തൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ 2 കാര്യമാണ്. ഒന്നാമത്തെ കാര്യമാണ് പ്രധാനം, അതായത് ഈ 99,60,000 രൂപ എന്ന് പറയുന്നത് ഈ സ്കീമിന്റെ മാക്സിമം എമൗണ്ട് ആണ്. ഒരു സ്കീമിലും മാക്സിമം എമൗണ്ട് എവിടെയും നൽകാറില്ല. എത്ര നോക്കിയാലും ഒരു എമൗണ്ടാണ് കൊടുക്കാറ്, അല്ലാതെ അതിന്റെ ഏറ്റവും മാക്സിമം എമൗണ്ട് ഒരിക്കലും കൊടുക്കില്ല. പക്ഷെ ഇവിടെ കൊടുത്തിട്ടുള്ളത് 99,60,000 രൂപ മാക്സിമം എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ സബ്സിഡി ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ചൗധരി. അതും ഹിസ് ഓൺ മിനിസ്ട്രി ആണെന്ന് ഓർക്കണം. അത് മാത്രമല്ല, പിന്നെ വേറൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ മന്ത്രിമാർക്ക് ചെലവ് എന്താണ്? ഒരു ചെലവില്ല. കാരണം അവരുടെ ചെലവൊക്കെ സ്റ്റേറ്റ് വഹിക്കുന്നുണ്ട്. അതായത് ടാക്സ് പേയേഴ്സിന്റെ മണി മൂലം പോകുന്നുണ്ട്. അവർക്ക് മാസത്തിൽ സാലറിയും കിട്ടുന്നുണ്ട്, മറ്റു അലവൻസും കാര്യങ്ങളൊക്കെ അതും കിട്ടുന്നുണ്ട്.
അപ്പോൾ അവർക്ക് അതായത് ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ജനങ്ങളെ സേവിക്കാനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഫാമിൽ ഒക്കെ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അവരുടെ ഫാം ഉണ്ട്, അപ്പം സബ്സിഡി എടുക്കാം. പക്ഷേ ഈ പറയുന്ന ഫുൾ എമൗണ്ട്, അതായത് മാക്സിമം എമൗണ്ട് എടുക്കാൻ ആരെങ്കിലും കൊടുക്കുവോ? ഇല്ല. എന്തുകൊണ്ട് കൊടുത്തു? ഈ ബോർഡിൽ ചൗധരി ഉണ്ട്, ഞാൻ മന്ത്രിയാണ്, എന്റെ മിനിസ്ട്രിയിലുള്ളതാണ്, എനിക്കെന്തും ചെയ്യാലോ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് നടക്കുന്ന ഇവരല്ല, ആരുമാവട്ടെ ഈ റിലീജിയന്റെ പേരിൽ റിലീജിയസ് ആയിട്ടുള്ള, അതായത് ഹെയ്റ്റ് സ്പീച്ച് ഒക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളോടും, അതുപോലെ പൊളിറ്റിക്കലി ആളുകൾ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ നടക്കാറുണ്ട്. ഓക്കെ, പൊളിറ്റിക്കൽ പാർട്ടിന്റെ പേരിൽ. അപ്പം ഇവരോടൊക്കെ പറയാനുള്ള കാര്യങ്ങൾ, അവരവരുടെ ലൈഫ് സെറ്റിൽ ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിൽ ഇതുപോലുള്ള മാർഗത്തിലൂടെ അല്ലെങ്കിൽ മറ്റു മാർഗത്തിലൂടെ ഒക്കെ ഇവർ സെറ്റിൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു മന്ത്രിയുടെ കാര്യം മാത്രമല്ല, മന്ത്രിമാരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, മന്ത്രിമാരും മക്കളൊക്കെ കമ്പനിയും ഇതൊക്കെ ഓൺ ചെയ്തിട്ട് നടക്കുന്നുണ്ട്. അവരൊക്കെ വെൽ സെറ്റിൽഡ് ആണ്. പക്ഷെ ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരാണ്. അത് മാത്രമല്ല, ഈ പറയുന്ന ആളുകളുടെ വാക്ക് കേട്ട് മതത്തിന്റെ പേരിലും അല്ലെങ്കിൽ പാർട്ടിയുടെ പേരിലും തല്ലാനും, അതുപോലെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വെറുതെ കച്ചറ ഉണ്ടാക്കാൻ വേണ്ടി, അതായത് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഓർക്കുന്നത് നല്ലതായിരിക്കും.